സത്യമാണോടി എന്റെ മുന്നുമോളെ എനിക്കെന്തോ നെഞ്ചു കിടന്ന് പൊട്ടത് അത്രയും സന്തോഷം കേട്ടോ. എത്ര നാളായി വാർത്ത കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത്. കല്യാണം കഴിച്ചിട്ട് ഇപ്പൊ 3-4 മാസമായില്ലേ. ഞാൻ 2 മാസം കഴിയുമ്പോ തൊട്ടേ ആഗ്രഹിക്കുന്നു എന്റെ മോക്കൊരു വിശേഷമായി കാണാൻ. ദൈവമേ നന്ദി. ഇന്ന് എന്നെ എല്ലാവിടെയും പോയിട്ട് നേർച്ച തരണം. സൂക്ഷിക്കണേ മോളെ, ഇതോട്ട് എല്ലാം ശ്രദ്ധിക്കണം. നീ ഓടിച്ചാടി ഒന്നും നടന്നേക്കല്ലേ. ഒരു പണിയും കാര്യം ഒന്നും ചെയ്യണ്ട. എവിടെയെങ്കിലും അനങ്ങാതിരുന്നാ മതി കേട്ടോ. സൂക്ഷിക്കണേ മോളെ. ശരി. അമ്മ എന്താ 2 ദിവസമായിട്ട് ക്ഷീണമൊക്കെ ഉണ്ടെന്ന് ഞാൻ അവിടെ പറഞ്ഞായിരുന്നില്ലേ. ഞാനിന്ന് മറ്റേ ടെസ്റ്റ് കാർഡ് അത് മേടിച്ച് നോക്കി. ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവാ. വിശേഷമുണ്ട്. ഞാൻ ചേട്ടനെ വിളിച്ച് പറഞ്ഞു. ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് വൈകുന്നേരം ലാബിലൊന്ന് പോയി നോക്കാൻ ഉണ്ടായിരുന്നു. പക്ഷെ പോസിറ്റീവ് ആമേ, കൺഫേമാ. കല്യാണം കഴിഞ്ഞിട്ട് 5-6 മാസമല്ലേ ഉള്ളു, ഇപ്പൊ തന്നെ ആയോ? അവളാണെങ്കിൽ പ്രസവിച്ചു പോയതേ ഉള്ളു. നിന്റെ മോളെ, നിന്റെ നാത്തു. അതിന്റെ ഇടയിൽ ഇപ്പൊ വേറൊരു കുഞ്ഞ് വേണ്ടായിരുന്നു. കുഞ്ഞും കാര്യമൊക്കെ കുറച്ചുകൂടെ ഒക്കെ കഴിഞ്ഞിട്ട് മതിയായിരുന്നു. എന്തിനാണ് ഇപ്പൊ തന്നെയൊക്കെ തിരക്ക് പിടിക്കണത്? വലിയ പ്രായമൊന്നും ആയില്ലായിരുന്നല്ലോ. എന്തായാലും ആയി. ഇനിയിപ്പോ ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? പിന്നെ ഒത്തിരി റെസ്റ്റും കാര്യമൊന്നും എടുക്കണ്ട. നിനക്ക് അത്ര വലിയ ആരോഗ്യത്തിന് വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ. ഗർഭിണിയാണെന്നും പറഞ്ഞ് പടിയൊന്നും ചെയ്യാണ്ട് റൂമിൽ തന്നെ കുത്തിരിക്കുകയൊന്നും വേണ്ട. അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ വേണം. ഞാനെന്നാ എൻ്റെ വീട്ടിലൊക്കെ ഒന്ന് വിളിച്ചു പറയട്ടെ. ആർക്കും വലിയ സന്തോഷം. വിളിച്ചു പറ, ആരെങ്കിലൊക്കെ വിളിച്ചു പറ. ഈ അമ്മയ്ക്ക് എന്താണ് ഒരു സന്തോഷമില്ലത്ത്? സ്വന്തം മകന്റെ ഭാര്യ തന്നെയില്ലേ ഞാൻ, അല്ലാണ്ട് അയൽവക്കത്തെ ഒന്നും അല്ലല്ലോ. മകള് ഗർഭിണിയാന്ന് പറഞ്ഞപ്പോ എന്ത് ചഞ്ഞൂറ്റമായി നിനക്കട്ട സാധനം.